നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ വേളയിൽ ജനങ്ങൾ അറിയാൻ പറ്റിയ ഏറ്റവും ഉദാഹരണമായ ഒരു കാര്യം തന്നെയാണ്. പറഞ്ഞാൽ ഈ കൂട്ടുകെട്ടിന് ജനം ചെകിട്ടത്തടിച്ച് ആട്ടി ഓടിച്ചതാണ്. ഏതാണെന്നറിയാമോ ആ കൂട്ടുകെട്ട്? ഇപ്പൊ മനസ്സിലായി കാണും എല്ലാവർക്കും. നമ്മുടെ പിണറായി വിജയനും ഉള്ള ആ കൂട്ടുകെട്ട്. അതായത് ഇടതുപക്ഷം ഒരു കാലത്തും കളിക്കാൻ പാടില്ലാത്ത വർഗീയ കാർഡാണ് വെള്ളാപ്പള്ളിയോടൊപ്പം കൂടി പിണറായി കളിച്ചത്. 10 വർഷത്തെ സ്വന്തം ഭരണത്തിന്റെ നേട്ടങ്ങളെക്കാൾ അദ്ദേഹത്തിന് വിശ്വാസം വെള്ളാപ്പള്ളി ഒഴുക്കിയ കൊടും വിഷത്തിനായിരുന്നു. അതിനെ ആശ്രയിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് തുടക്കം മുതൽ ആസൂത്രണം ചെയ്തതും. എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുമ്പ് എഴുതിയ കുറിപ്പിലെ വരികൾ ആവർത്തിച്ചു നോക്കാം നമുക്ക്. കേരളത്തിന്റെ ഒരു 10 കാലത്തെ ചരിത്രത്തിൽ ഇത്ര വലിയ സ്കെയിലിൽ സാമുദായിക വിദ്വേഷവും മുസ്ലിം വിരുദ്ധതയും പറഞ്ഞ മറ്റൊരു മനുഷ്യനില്ല. വായ തുറന്നാൽ കൊടും വിഷം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന അയാളെ പൊന്നാട അണിയിച്ചും കായറിൽ കയറ്റി സഞ്ചരിച്ചും പിണറായി കേരളത്തിന് നൽകിയ സന്ദേശം നാളിതുവരെയുള്ള ഇടതുപക്ഷ ലൈനിൽ നിന്നുള്ള ഭീതിജനകമായ തിരിച്ചുപോക്കായിരുന്നു. കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കേഷനെ നെടുകെ പിളർത്തുന്ന പ്രസ്താവനകൾ അയാൾ നിരന്തരം നടത്തുമ്പോഴും അയാളെ ഒരിക്കൽ പോലും തള്ളിപ്പറയാനോ വിമർശിക്കാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, നാക്കിൽ സ്വസ്ഥതയുടെ വിളയാട്ടമുള്ള പരിഷ്കർത്താവിന്റെ റോളിലേക്ക് അയാളെ ഉയർത്തുകയായിരുന്നു പിണറായി. ഈ പ്രൊഫൈലിൽ അതിനെക്കുറിച്ച് പലതവണ ഞാനും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, വെള്ളാപ്പള്ളിയുടെ വിഷനാക്ക് കൊണ്ടുവരുന്ന ഭൂരിപക്ഷ വോട്ടുകൾ ഭരണ തുടർച്ച ഉറപ്പുവരുത്തുമെന്ന് പിണറായി കണക്കുകൂട്ടി. ഒരു ഇടതുപക്ഷ നേതാവിന്റെ മനസ്സിനെ വിദൂരതയിൽ പോലും കടന്നു വരാൻ പാടില്ലാത്ത സോഷ്യൽ എഞ്ചിനീയറിംഗ്, ആ എഞ്ചിനീയറിംഗ് അടപടലം പോയിരിക്കുന്നു. ഇടതുപക്ഷം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഒരു രാജകീയ സംവിധാനമായി അത് മാറി. ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്, പലപ്പോഴും അതിനെ പിന്തുണച്ചിട്ടുമുണ്ട്. പക്ഷെ കേരളത്തിൽ കൊടും വിഷം കലക്കി നടക്കുന്ന ഒരു സംഘപരിവാർ ഏജന്റിന്റെ തോളിൽ കയറി 3ാം ഭരണത്തിന് വേണ്ടി ശ്രമിക്കുക എന്നത് ഇടതുപക്ഷം എന്തിനെ പ്രതിദാനം ചെയ്യുന്നുവോ അതിൽ നിന്നെല്ലാമുള്ള തിരിച്ചുപോക്കാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? ഇടതുപക്ഷമായി കേരളത്തിൽ നിലനിൽക്കണം. അതിനുള്ള സ്പേസ് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിലുണ്ട്. വിഷം വർദ്ധിപ്പിക്കുന്ന ഒരു വെള്ളാപ്പള്ളി പക്ഷമായി ഇടതുപക്ഷം മാറരുത്. അത് അവരുടെ ചരിത്രത്തിൽ നിന്നും അവർ കടന്നു വന്ന പോരാട്ട വഴികളിൽ നിന്നുമുള്ള തിരിഞ്ഞു നടത്തമാണ്, അല്ലേ? അതെ, ഈ തെരഞ്ഞെടുപ്പ് മൂലം യഥാർത്ഥ ഇടതുപക്ഷ പ്രവർത്തനങ്ങൾക്ക് നൽകേണ്ട സന്ദേശമാണ് ഇപ്പോൾ വന്ന ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ മുതലാളിയും ഇനി വീട്ടിലിരിക്കട്ടെ എന്ന് നമ്മുടെ ജനങ്ങൾ പ്രവർത്തിച്ചു. അതുതന്നെയാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഫലങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മതേതര ചിന്താഗതിയുള്ള നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വർഗീയവാദിയെയും വിജയിപ്പിക്കാൻ കഴിയില്ല. അതിനുദാഹരണങ്ങളാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷമില്ലാത്ത നമ്മുടെ വാമനപുരം മണ്ഡലത്തിലെ സുധീർ ഷായുടെ ഒരു 10,000 വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. തീർച്ചയായും മലപ്പുറത്ത് ജോയിയുടെ ജയം 10,000 വോട്ടിനുകൾക്കും മുകളിലാണ്. അതായത് അദ്ദേഹത്തിന്റെ സമുദായം അവിടെ ഇല്ല, എന്നിട്ടും മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ സ്ഥലത്ത് നിന്നും അദ്ദേഹം ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സന്ദീപ് വാര്യർ, അദ്ദേഹത്തിന്റെ സമുദായം കൂടുതലുള്ള സ്ഥലത്ത് നിന്നല്ല സന്ദീപ് വാര്യർ ജയിച്ചു വന്നിരിക്കുന്നത്. അതുപോലെ പലയിടങ്ങളിലും, പല സ്ഥലങ്ങളിലും, പല മണ്ഡലങ്ങളിലും ജയിച്ചു വന്നിരിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ സാമുദായിക വോട്ടുകൾ കൊണ്ടല്ല. ചിലർക്ക് സാമുദായിക വോട്ടുകൾ വേണമെന്നുള്ള ആ പിടിത്തത്തിന്റെ പേരിലാണ്
തീർച്ചയായും ഇപ്പോൾ LDF പിൻവാങ്ങൽ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവായി ഇനി ഇരിക്കാനുള്ള സന്മനസ് പിണറായി വിജയൻ കാണിക്കുമോ എന്നറിയില്ല. തോൽവിയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇനി എന്താണ് തോൽവി എന്നറിയാൻ വേണ്ടിയും എങ്ങനെയാണ് തോറ്റതിൽ നിന്നുള്ള അന്വേഷിക്കാനും വേണ്ടി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം അതിന്റെ അന്വേഷണത്തിലേക്കായി പോകും എന്ന് നമുക്ക് അനുമാനിക്കാം, പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇപ്പോൾ കിട്ടിയ MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കാനുള്ള ഒരു സാധ്യതയെല്ലാം കണ്ടുവരുന്നുണ്ട്. നമ്മൾ ചുവപ്പിനോട് ചേർന്ന് നിന്നത് പല തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കും എന്നുള്ള ഒരു സാധ്യത കൊണ്ടല്ല, എന്നാൽ ആശയങ്ങളെയാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നത്. തീർച്ചയായും ഇനിയും ആ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പ് എല്ലാവർക്കുമുണ്ട്. അപ്പോൾ